അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ ആവശ്യം സജീവമാക്കി ബി.ജെ.പി. രാമക്ഷേത്ര നിർമ്മാണ ആവശ്യം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുക്കണമെന്ന് ബി.ജെ.പി. നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ആവശ്യപ്പെട്ടു. രാജീവ് ഗാന്ധി രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണ നൽകിയിരുന്നുവെന്നും സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പ്രസ്താവനയ്ക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. അയോധ്യയിൽ രാമക്ഷേത്രം പണിയാൻ സമാജ്വാദി പാർട്ടി ബി.ജെ.പിയെ വെല്ലുവിളിച്ചു. അതേസമയം രാമക്ഷേത്ര നിർമ്മാണ ആവശ്യം സെമിനാർ ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. അയോധ്യ രാമക്ഷേത്ര നിർമ്മാണാവശ്യം ഉയർത്തിയുള്ള സെമിനാർ ദില്ലി യൂണിവേഴ്സിറ്റിയിൽ നടത്തിയതിനെതിരെയുള്ള പ്രതിഷേധം രാജ്യവ്യാപകമാകുന്നതിനിടയിലാണ് പുതിയ പ്രസ്താവനകളുമായി ബി.ജെ.പി. നേതാക്കൾ രംഗത്തെത്തിയത്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ രാമക്ഷേത്ര നിർമ്മാണത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നെന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഈ നിലപാട് സ്വീകരിക്കണമെന്നും ബി.ജെ.പി. നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ആവശ്യപ്പെട്ടു. എന്നാൽ ബി.ജെ.പി. നേതാവിന്റെ പ്രസ്താവനകൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മാത്രമുള്ളതാണെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. അതേസമയം അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം നടത്താൻ ബി.ജെ.പി. അനുവദിക്കില്ലെന്ന് സമാജ്വാദി പാർട്ടി വ്യക്തമാക്കി. അയോധ്യയിൽ ക്ഷേത്ര നിർമ്മാണം തുടങ്ങാൻ വെല്ലുവിളിക്കുന്നെന്നും ആരംഭിച്ചാൽ ബി.ജെ.പിക്ക് 10 ലക്ഷം രൂപയും സ്വർണ്ണ കിരീടവും നൽകുമെന്നും സമാജ്വാദി പാർട്ടി നേതാവ് ബുക്കൽ നവാബ് പറഞ്ഞു. ലോക്സഭയിൽ 500ഓളം എംപിമാർക്ക് രാമക്ഷേത്രം നിർമ്മിക്കണമെന്നാണ് താൽപ്പര്യമെന്ന വിവാദ പ്രസ്താവനയുമായി വിഎച്ച്പിയും രംഗത്തെത്തി. അതേസമയം ദില്ലി യൂണിവേഴ്സിറ്റിക്ക് പിന്നാലെ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും രാമക്ഷേത്ര നിർമ്മാണാവശ്യ സെമിനാർ നടത്താനാണ് ബി.ജെ.പി. തീരുമാനം. അയോധ്യ രാമജന്മഭൂമി സെമിനാറിന് സംരക്ഷണമേകാൻ നൂറുകണക്കിന് അർദ്ധസൈനിക വിഭാഗങ്ങളെയാണ് ദില്ലി യൂണിവേഴ്സിറ്റിക്ക് മുമ്പിൽ കേന്ദ്ര സർക്കാർ വിനിയോഗിച്ചത്. മറ്റുള്ളവർ പ്രതിഷേധമുയർത്താതെ ലക്ഷ്യം പൂർത്തിയാക്കാനാവില്ലെന്നാണ് ബി.ജെ.പി. നേതാക്കളുടെ പ്രസ്താവനകൾ. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി.